ഹായ് ഗൈസ്, അപ്പോൾ പള്ളിയിലോട്ട് പോവാണ്. സമയം ഇപ്പം 11 മണിയൊക്കെ ആവാറായി. അപ്പോൾ എന്തായാലും പള്ളിയിൽ പോയിട്ട് ബാക്കി കാണാം. ഒരുപാടൊന്നും യാത്ര ചെയ്യേണ്ട കേട്ടോ ഞങ്ങളുടെ പള്ളിയിൽ പോകാൻ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 മിനിറ്റ് തൊട്ടടുത്താണ്. ഞങ്ങളുടെ തുരുത്തിലെ പള്ളിയാണ്. എല്ലാവരും വളരെ സന്തോഷപൂർവ്വമാണ് കേട്ടോ പള്ളിയിൽ എത്തിച്ചേർന്നത്. അങ്ങനെ വികാരിയച്ഛനും വന്നു. ജീവനിലേക്ക് കടന്നുപോയ പരിപാവനമായ ഈ രാത്രിയിൽ ജാഗരത്തിനും പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് ക്രിസ്തു ഇന്നലെയും ഇന്നും. ഈ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യും കേട്ടോ. ഈ മെഴുകുതിരി വെട്ടം മാത്രമേ കാണുള്ളൂ. അങ്ങനെ അച്ഛൻ പള്ളിയിലേക്ക് ചെന്ന് പള്ളിയുടെ വാതിലൊക്കെ തുറന്ന് എന്നിട്ടാണ് ബലി അർപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് കാത്തിരുന്ന പെസഹയും ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞപ്പം ഈസ്റ്ററായി. അങ്ങനെ ഈസ്റ്ററിന് വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ആളുകളെല്ലാവരും വന്ന് ഈ തിരി കയ്യിൽ കത്തിച്ച് വെച്ചുകൊണ്ട് ബലിയിൽ പങ്കുചേരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ആ മെഴുകുതിരി അവിടെ വെച്ച് ഇനി കുർബാന തുടങ്ങി. ഏറ്റവും വലിയ കുർബാനയാണ് ഈ ഒരു ഈസ്റ്റർ രാത്രിയിലുള്ളത്. അതായത് ഒരു മണിക്കൂറിൽ കൂടുതൽ ടൈം ഇതിനു വേണ്ടി എടുക്കാറുണ്ട്. അങ്ങനെ ഒരു 7 വായനകളുണ്ടായിരുന്നു. എൻ്റെ വായനയുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. യേശു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അങ്ങനെ ഉയർപ്പിന് ശേഷമാണ് അൾത്താരയിലൊക്കെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്. ഈ ഈസ്റ്ററിൻ്റെ സമയത്താണ് കേട്ടോ വെള്ളമൊക്കെ വെഞ്ചരിക്കുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ ഹന്നാൻ വെള്ളമെന്നും പറയും കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ വെഞ്ചരിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും പോകാൻ നേരം അതിനകത്തുനിന്ന് ഈ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതിന് ഞങ്ങൾ ഓടുവെള്ളമെന്നും പറയാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ദേഹത്തും ഈ ഓതുവെള്ളം തളിക്കാറുണ്ട്. ഇത് എല്ലാം ഇതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഉയർപ്പിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഒരു പ്രദക്ഷിണം ഉണ്ടായിരുന്നേ. പള്ളിക്ക് ചുറ്റുമായിരുന്നു പ്രദക്ഷിണം. അങ്ങനെ എല്ലാവരും ഓതുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവരും പിന്നെ ഈസ്റ്ററിൻ്റെ മുട്ടയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്, വിഷസൊക്കെ അറിയിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗായക സംഘമായിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തേ. ഓക്കെ, ബൈ.